Good morning, dear students. Today we will have to start a new module named Nuclear Magnetic Resonance Spectroscopy. In previous module, we already discussed about different spectroscopic techniques such as microwave spectroscopy, infrared spectroscopy, and electronic spectroscopy. Similarly, nuclear magnetic resonance spectroscopy, also called NMR spectroscopy, used for the structural elucidation of molecules. Today, in this class, we are going to discuss about the fundamentals or basis of the nuclear magnetic resonance spectroscopy, about the nuclear spin state and the effect of external magnetic field. So, let's start with NMR spectroscopy. Nuclear magnetic resonance spectroscopy. As in the name itself, the nuclear magnetic resonance spectroscopy deals with the magnetic properties of certain nuclei. അല്ലേ, ആ ഒരു നെയിം തന്നെ അത് അണ്ടർസ്റ്റുഡ് ആണ്. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഇറ്റ് ഡീൽസ് വിത്ത് ദി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ന്യൂക്ലിയൈ. ഒരു ന്യൂക്ലിയൈൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. പെർട്ടിക്കുലർലി നമ്മൾ ഈ ഒരു NMR സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നത് പ്രോട്ടോൺ ആൻഡ് H1 പ്രോട്ടോൺ ആൻഡ് C13 ന്യൂക്ലിയൈനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഒബ്സർവ് ചെയ്യാറുള്ളത്. C13 NMRും അതുപോലെ പ്രോട്ടോൺ NMRുമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന NMR ടെക്നിക്സ്. ഇപ്പം ഓരോ മോളിക്യൂൾസിലും ഇപ്പോൾ ഈ പ്രോട്ടോണിനെ, അതായത് ഹൈഡ്രജൻ്റെ ന്യൂക്ലിയയ്ക്കും കാർബണിൻ്റെ ന്യൂക്ലിയയ്ക്കൊക്കെ ഓരോ ന്യൂക്ലിയയ്ക്കും അതിൻ്റേതായ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അത് ഡിഫറെൻറ്റ് മോളിക്യൂൾസിൽ പ്രസൻ്റ് ആയിരിക്കുമ്പം അതിന് ഡിഫറെൻറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഈതൈനിലും മീതൈനിലും അല്ലെ, മീതൈൻ ഈതൈൻ രണ്ട് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ്. അതിൽ രണ്ടിലും കാർബൺ ഉണ്ട്, അതുപോലെ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. മീതൈൻ എന്താണ്, CH4 ആണ്. ഈതൈൻ എന്ന് പറയുന്നത് CH3 ആണ്. അപ്പോൾ രണ്ടിലും എന്തുണ്ട്, കാർബണും ഹൈഡ്രജനും ഉണ്ട്. എന്നാൽ ഈ ഈതൈനിലും മീതൈനിലുമുള്ള കാർബണും ഹൈഡ്രജനും സെയിം മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ല കാണിക്കുന്നത്. അതിലെ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ന്യൂക്ലിയയിൽ ഡിഫറെൻറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാർബൺ ആൻഡ് പ്രോട്ടോൺസ് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിൽ പ്രസൻ്റ് ആയിരിക്കുമ്പം അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിലും ഡിഫറൻസസ് ഉണ്ടാവും. അപ്പം ഇറ്റ് റിവീൽസ് ദി ഇൻഫർമേഷൻ എബൌട്ട് ദി നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് സച്ച് ന്യൂക്ലിയൈ പ്രസൻറ്റ്. അപ്പം നമ്മളൊരു മോളിക്യൂളിനെ NMR സ്പെക്ട്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഈ ഒരു സെയിം ടൈപ്പ് ന്യൂക്ലിയർ പ്രോപ്പർട്ടിയുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള എത്ര ന്യൂക്ലിയസ് അതിൽ പ്രസൻ്റ് ആണ്, അതായത് എത്ര ഹൈഡ്രജൻസ് അതിലുണ്ട്, എത്ര കാർബൺസ് അതിലുണ്ട് എന്നൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെയാണ് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്ത് സ്ട്രക്ചറൽ എലൂസിഡേഷൻ നടത്തുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് പഠിച്ചു വരുമ്പം നമുക്ക് മനസ്സിലാവും. അപ്പം ഇത് ഇപ്പം മനസ്സിലാക്കി വെക്കുക. എന്താണ്, ദി NMR സ്പെക്ട്രോസ്കോപ്പി ഡീൽസ് വിത്ത് ദി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സർട്ടൈൻ ന്യൂക്ലിയൈ, പെർട്ടിക്കുലർലി ദി പ്രോട്ടോൺസ് ആൻഡ് C13 ന്യൂക്ലിയൈ, H1 ആൻഡ് C13 ന്യൂക്ലിയൈ. ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടാണ് NMR സ്പെക്ട്രോസ്കോപ്പി എന്ത് ചെയ്യുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. Then the NMR technique involves the study of transition induced between spin energy levels of the nuclei in a species in an applied magnetic field by absorption of electromagnetic radiation in the radio frequency region. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കുറേ സ്പെക്ട്രോസ്കോപ്പി 3 ടൈപ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം ഫസ്റ്റ് വൺ ഈസ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി അല്ലേ, അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ഇപ്പോൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ ദി ട്രാൻസിഷൻ, എല്ലാ സ്പെക്ട്രോസ്കോപ്പിയിലും ഡിഫറെൻറ്റ് എനർജി ലെവൽസ് തമ്മിലൊരു ട്രാൻസിഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. In the case of rotational spectroscopy, there is a transition takes place between the rotational energy levels അല്ലേ. റൊട്ടേഷണൽ എനർജി ലെവൽസ് തമ്മിലാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അവിടെ തന്നെ ആ ട്രാൻസിഷൻസ് നടക്കുമ്പം എനർജി അബ്സോർബ് ചെയ്യുന്നത് ഏത് റീജിയണിൽ നിന്നാണ്, മൈക്രോവേവ് റീജിയണിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്നുകൂടി പറയുന്നത്. സിമിലർലി ഇൻ കേസ് ഓഫ്
vibrational spectroscopy. It is also called the infrared spectroscopy. Transition takes place between the vibrational energy levels, അല്ലേ, and the radiations absorbed in the ഫ്രം ദി ഇൻഫ്രാറെഡ് റീജിയൺ. ഇൻഫ്രാറെഡ് റീജിയൺ എന്നാണ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിലാണെങ്കിലും എന്താണ്, ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലാണ് ട്രാൻസിഷൻസ് നടക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാ സ്പെക്ട്രോസ്കോപ്പിയിലും ഒരു ട്രാൻസിഷൻസ് ആണല്ലോ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ഏത് ലെവൽസ് തമ്മിലാണ് ട്രാൻസിഷൻ നടക്കുന്നത്? NMR ടെക്നിക് ഇൻവോൾവ് ദി സ്റ്റഡി ഓഫ് ട്രാൻസിഷൻസ് ഇൻഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദി സ്പിൻ എനർജി ലെവൽസ് ഓഫ് ദി ന്യൂക്ലിയൈ. ന്യൂക്ലിയയുടെ സ്പിൻ എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻസ്, സ്പിൻ എനർജി ലെവൽസിനിടയ്ക്കുള്ള ട്രാൻസിഷൻസ് ആണ് NMR ടെക്നിക്ക് സ്റ്റഡി ചെയ്യുന്നത്. ഏത് റീജിയണിൽ നിന്നാണ് ഇവിടെ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുന്നത്? ഏത് റീജിയൺ നിന്നാണ്? റേഡിയോ ഫ്രീക്വൻസി റീജിയൺ. റേഡിയോ ഫ്രീക്വൻസി റീജിയണിൽ നിന്നാണ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നത്. ഇൻ പ്രസൻസ് ഓഫ് ആൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എ ട്രാൻസിഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദി സ്പിൻ എനർജി ലെവൽസ്. ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ന്യൂക്ലിയയുടെ സ്പിൻ എനർജി ലെവൽസ് തമ്മിലാണ് ട്രാൻസിഷൻസ് നടക്കുന്നത്. അപ്പോൾ സ്പിൻ എനർജി ലെവൽസ് എന്താണ്, സ്പിൻ എന്താണ് എന്നൊക്കെ നമുക്ക് അറിയണം. അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഒരു ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞതാണ്. എന്ത്? ദ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി ഡീൽസ് വിത്ത് ദി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് സർട്ടൈൻ ന്യൂക്ലിയൈ. ന്യൂക്ലിയൈൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ടെക്നിക്ക് ഉള്ളത്. The NMR technique involved the study of transition induced between the spin energy levels of the nuclei in a species in an applied magnetic field by absorption of electromagnetic radiation in the radio frequency region. Then what about the nuclear spin? നമുക്കറിയാം ഒരു ആറ്റത്തിൽ എന്താണ്, ഇലക്ട്രോൺസ് പ്രസൻ്റ് ആണ്, അല്ലേ? ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത്? ദേ ആർ റൊട്ടേറ്റ് ഇൻ ദി ഓർബിറ്റൽ, ഓർബിറ്റ്സിൽ എന്താണ്, അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺസിന് സ്പിന്ന് ഉണ്ട് എന്ന് നമുക്കറിയാം. കാരണം റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി ഓഫ് റൊട്ടേഷനാണ് നമ്മൾ സ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിന് ഓൾറെഡി സ്പിൻ ഉണ്ട് എന്ന് നമുക്കറിയാം. Similarly, certain atomic nuclei can rotate about an axis and this possess the property of spin. ചില അറ്റോമിക് ന്യൂക്ലിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിന് സ്പിൻ പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി ഓഫ് റൊട്ടേഷൻ ആണ് നമ്മൾ സ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില ന്യൂക്ലിയസ്, അറ്റോമിക് ന്യൂക്ലിയൈ ക്യാൻ റൊട്ടേറ്റ് എബൌട്ട് ആൻ ആക്സിസ് ആൻഡ് ദിസ് possess the property of spin. ഇനി നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ചാർജ്ഡ് ബോഡി, അല്ലേ? ഇൻസൈഡ് ദി ന്യൂക്ലിയസ് ദർ ആർ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ചാർജ്ലെസ് ആണ്, അതിന് ചാർജ് ഇല്ല. ബട്ട് പ്രോട്ടോൺ പൊസസ് പോസിറ്റീവ് ചാർജ്. ദാറ്റ് മീൻസ് ദി ടോട്ടൽ ചാർജ് ഓഫ് ദി ന്യൂക്ലിയസ് വിൽ ബി പോസിറ്റീവ്. അപ്പം ന്യൂക്ലിയസ് ആണ് എന്താണ്? ഇറ്റ് ഈസ് എ ചാർജ്ഡ് ബോഡി. ബട്ട് സിൻസ് എവരി സ്പിന്നിങ് ചാർജ്ഡ് ബോഡി വിൽ ജനറേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്, സച്ച് ന്യൂക്ലിയൈ ബിഹേവ് ആസ് എ സ്മോൾ മാർ മാഗ്നറ്റ്. ഒരു ചാർജ്ഡ് ബോഡി സ്പിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എപ്പോഴും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയസ് എന്താണ്? ഒരു ചാർജ്ഡ് ബോഡിയാണ്, അത് സ്പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? ന്യൂക്ലിയസ് ഒരു സ്മോൾ ബാർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനെന്തുണ്ട്? നമ്മളെ ന്യൂക്ലിയസിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതാണല്ലോ നമ്മൾ NMR ടെക്നിക്കിൽ യൂസ് ചെയ്യുന്നത്. But every spinning charged body will generate a magnetic field. So such nuclei behave as a small bar magnet. Atomic nuclei റൊട്ടേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ചില ന്യൂക്ലിയൈ, അറ്റോമിക് ന്യൂക്ലിയൈ റൊട്ടേറ്റ് ചെയ്യും, അതായത് അതിന് സ്പിൻ എന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഒരു ന്യൂക്ലിയൈ എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് ബോഡിയാണ്. അപ്പോൾ ഒരു ചാർജ്ഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവർ ന്യൂക്ലിയൈ ഈസ് ആക്ട് ആസ് എ ബാർ മാഗ്നറ്റ്, സ്മോൾ ബാർ മാഗ്നറ്റ്. ഈ പിക്ചർ നോക്കി, ഏതൊരു ന്യൂക്ലിയൈനെ നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്തതാണ്. അപ്പോൾ ന്യൂക്ലിയൈ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ചാർജ്ഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഇറ്റ് ജസ്റ്റ് ആക്ട് ലൈക്ക് ആസ് എ സ്മോൾ ബാർ മാഗ്നറ്റ്. ഒരു സ്മോൾ ബാർ മാഗ്നറ്റ് പോലെ അത് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ
ന്യൂക്ലിയർ വിത്ത് സ്പിൻ ഹാവ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. എന്തൊരു സാധനമായാലും റൊട്ടേറ്റ് ചെയ്യുമ്പം അതിന് എന്തുണ്ടാവും? ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാവും അല്ലേ? അപ്പം നമ്മുടെ ന്യൂക്ലിയയ്ക്ക് ഒരു സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഉണ്ടായിരിക്കും. സ്പിൻ ആംഗുലാർ മൊമെൻറ്റം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിനെ നമ്മൾ I എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദി സ്പിൻ ആംഗുലാർ മൊമെൻറ്റം of a nuclei is determined by its spin quantum number I. It may have values from 0, 1/2, 1, 3/2 etc. അതായത് അതിന് ഇൻ്റഗ്രൽ വാല്യൂസ് ഉണ്ടായിരിക്കും, ഹാഫ് ഇൻ്റഗ്രൽ വാല്യൂസ് ഉണ്ടായിരിക്കും, സീറോ വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പം ഏതൊരു ന്യൂക്ലിയ ആയാലും സ്പിൻ ചെയ്യുന്ന ന്യൂക്ലിയ ആണെങ്കിൽ അതിനൊരു സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഉണ്ടായിരിക്കും. സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ I. Then the spin angular momentum of a nuclei is determined by its spin quantum number I. It may have values 0, 1/2, 1, 3/2 etc. അല്ലേ? അപ്പോൾ ഇതിൽ ഇൻ്റഗ്രൽ വാല്യൂസ് ഉണ്ട്, 1, 2, 3 ഇൻ്റഗ്രൽ വാല്യൂസ് ഉണ്ട്, 1/2, 3/2, 5/2 അങ്ങനെയുള്ള എന്താണ് ഹാഫ് ഇൻ്റഗ്രൽ വാല്യൂസ് ഉണ്ട്, പിന്നെ സീറോയും ഉണ്ട്. എ ന്യൂക്ലിയസ് വിത്ത് I equal to 0 does not possess the property of spin. Angular momentum quantum number I equal to 0 എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിന് സ്പിൻ ഇല്ല. ഇറ്റ് ഡസ് നോട്ട് possess the property of spin എന്നാണ് അതിൻ്റെ മീനിങ്, I equal to 0 ആണെങ്കിൽ. ഇനി ഇത് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഈച്ച് ഹാസ് എ സ്പിൻ 1/2. ഒരു പ്രോട്ടോണിനും ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയാണുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ആണുള്ളത്. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സ്പിൻ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ സ്പിന്ന് 1/2 ആണ്. The total spin of a nucleus will be a vector combination of p plus n spins. അതായത് ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ആണല്ലോ ഉള്ളത്. അപ്പം ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ സ്പിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെക്റ്റർ കോമ്പിനേഷൻ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ സ്പിൻ. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സ്പിന്നിനെ ആഡ് ചെയ്യുക. വെക്റ്റർ കോമ്പിനേഷൻ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ സ്പിന്നാണ് എന്ത് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ സ്പിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി പാരലൽ ഓർ ആൻറ്റി പാരലൽ അലൈൻമെൻറ്റ് ഓഫ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസിന് പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ അലൈൻമെൻറ്റ് വെച്ചിട്ടാണ്, അതായത് -1/2 + 1/2 അങ്ങനെ ഉണ്ടാവില്ലേ? അതായത് ഒന്ന് നമ്മൾ ഇലക്ട്രോൺസിനൊക്കെ ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ ആൻറ്റി പാരലൽ അലൈൻമെൻറ്റും പാരലൽ അലൈൻമെൻറ്റും ഒക്കെ ഉണ്ടാവും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയൊക്കെ സ്പിന്നിന്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ സ്പിന്ന് പറയുന്നത്. അപ്പം പ്രോട്ടോണിൻ്റെയും ഒരു പ്രോട്ടോണിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് 1/2 ആണ്, ന്യൂട്രോണിൻ്റെ സ്പിന്ന് 1/2 ആണ്. ഇപ്പോൾ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ആണ് ഒരു ആറ്റത്തിലുള്ളതെങ്കിൽ അതിലെ സ്പിൻ എന്ന് പറയുന്നത് 1/2 + 1/2 ആയിരിക്കും, 1 ആയിരിക്കും. അപ്പം ഒരു ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ സ്പിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെക്റ്റർ കോമ്പിനേഷൻ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ സ്പിൻ. അതാണ് ന്യൂക്ലിയസിൻ്റെ സ്പിൻ. ഇനി ഇവിടെ ഒരു ടേബിൾ പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അതായത് ഒരു ഇപ്പം നമ്മൾ പറഞ്ഞു ക്വാണ്ടം നമ്പറിന് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിന് ഇൻ്റഗ്രൽ വാല്യൂസ് ഉണ്ട്, 1, 2, 3 etc. അങ്ങനെയുള്ള വാല്യൂസ് ഉണ്ട്. 1/2 അതുപോലെ 3/2, 5/2 അങ്ങനെ ഹാഫ് ഇൻ്റഗ്രൽ വാല്യൂസ് ഉണ്ട്, അതുപോലെ സീറോ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ സ്പിൻ ക്വാണ്ടം നമ്പർ വാല്യൂസും അതുപോലെ നമ്മുടെ മോളിക്യൂൾസിൻ്റെ ആറ്റംസിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ ആ ഒരു റിലേഷനാണ് ഈ ടേബിൾ പറയുന്നത്. ഇപ്പം മാസ് നമ്പർ ഓടും അറ്റോമിക് നമ്പർ ഓഡ് ഓർ ഈവൻ ആയിരിക്കുമ്പം സ്പിൻ ക്വാണ്ടം നമ്പർ ഹാഫ് ഇൻ്റഗ്രൽ വാല്യൂസ് ആയിരിക്കും. അതായത് മാസ് നമ്പർ ഓഡാണ്, അറ്റോമിക് നമ്പർ ഓടും ആവാം ഈവനും ആവാം. അങ്ങനെ ആവുന്ന സമയത്ത് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് 1/2, 3/2, 5/2 etc. ഹാഫ് ഇൻ്റഗ്രൽ വാല്യൂസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H11 ഇതിൽ മാസ് നമ്പർ നോക്കിയേ ഓഡാണ്, അറ്റോമിക് നമ്പർ ഓഡ് ഓർ ഈവൻ ആവാലോ. അതുപോലെ ഇതിലെല്ലാത്തിൻ്റെയും മാസ് നമ്പർ ഓഡാണ്, അറ്റോമിക് നമ്പർ ഓടും ഉണ്ട് ഈവനും ഉണ്ട്. ഇവരുടെ എല്ലാം സ്പിൻ ക്വാണ്ടം നമ്പർ ഹാഫ് ഇൻ്റഗ്രൽ വാല്യൂസ് ആയിരിക്കും, 1/2, 3/2, 5/2 etc. അങ്ങനെയുള്ള ഹാഫ് ഇൻ്റഗ്രൽ വാല്യൂസ് ആയിരിക്കും. ഇനി മാസ് നമ്പർ ഈവൻ ആണ്, അറ്റോമിക് നമ്പർ ഇസ് ഓൾസോ ഈവൻ ആണെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പർ 0 ആയിരിക്കും. മാസ് നമ്പറും ഈവൻ അറ്റോമിക് നമ്പർ ഈവൻ ആണെങ്കിൽ I = എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സാമ്പിൾ ആണെങ്കിൽ ഹീലിയത്തിൻ്റെ 4 ആണ് മാസ് നമ്പർ, അറ്റോമിക് നമ്പർ 2 ആണ്. കാർബണിൻ്റെത് 12 ആണ് മാസ് നമ്പർ, അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പം മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ ഇസ് ഈവൻ അല്ലെ, ഈവൻ നമ്പേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് സ്പിൻ ക്വാണ്ടം നമ്പർ വിൽ ബി I = 0 ആയിരിക്കും.
ദെൻ നെക്സ്റ്റ് മാസ് നമ്പർ ഈവനും അറ്റോമിക് നമ്പർ ഓഡും ആണെങ്കിൽ ഇൻ്റഗ്രൽ വാല്യൂസ് ആയിരിക്കും 1 2 3 എക്സെട്ര ഉള്ള ഇൻ്റഗ്രൽ വാല്യൂസ് ആയിരിക്കും ഐൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ H21 B105 ഇതിലൊക്കെ എന്താണ് മാസ് നമ്പർ ഈവൻ ആണ്, അറ്റോമിക് നമ്പർ ഓഡാണ്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇൻ്റഗ്രൽ വാല്യൂസ് ആണ് വരിക 1 2 3 എക്സെട്ര ഇൻ്റഗ്രൽ വാല്യൂസ് ആണ് ഐ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു റിലേഷനാണ് സ്പിൻ കോണ്ടന്റ് നമ്പറും അതുപോലെ ആറ്റംസിൻ്റെ മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ തമ്മിലുള്ളൊരു റിലേഷനാണ്. അപ്പം മാസ് നമ്പർ ഓഡും അറ്റോമിക് നമ്പർ ഓഡ് ഓർ ഈവനോ ആണെങ്കിൽ എന്താണ് ഹാഫ് ഇൻ്റഗ്രൽ വാല്യൂസ് ആയിരിക്കും. ഇനി രണ്ടും ഈവൻ ആണെങ്കിൽ ഐ ഈക്വൽ ടു 0 ആയിരിക്കും. മാസ് നമ്പർ ഈവനും അറ്റോമിക് നമ്പർ ഓഡുമാണെങ്കിൽ ഇൻ്റഗ്രൽ വാല്യൂസ് ആയിരിക്കും. ഇതാണ് റിലേഷൻഷിപ്പ് ഓഫ് സ്പിൻ കോണ്ടന്റ് നമ്പർ ടു മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ. ദെൻ ഐ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവുള്ളൂ. ഐ ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ അതിന് സ്പിന്നില്ല അപ്പം പിന്നെ അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കില്ല. കാരണം ചാർജ്ഡ് ബോഡി സ്പിൻ ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുക. അപ്പോൾ ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ സ്പിൻ അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഓൺലി എ ന്യൂക്ലിയസ് വിത്ത് ഐ ഗ്രേറ്റർ ദാൻ 0 വിൽ ഹാവ് എ ക്യാരക്ടറിസ്റ്റിക് മാഗ്നറ്റിക് മൊമെൻറ്റ്. ഐ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ ഒരു ക്യാരക്ടറിസ്റ്റിക് മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവുള്ളൂ. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ. അതായത് ഒരു ന്യൂക്ലിയസിൻ്റെ സ്പിൻ ചെയ്യുന്ന ന്യൂക്ലിയസിൻ്റെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഐ ഈക്വൽ ടു വെക്റ്റർ ഐ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ഇൻറ്റു ഐ പ്ലസ് 1 എച്ച് ക്രോസ് ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ സെക്കൻഡ് സെമ്മിലൊക്കെ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആംഗുലാർ മൊമെൻറ്റം കോണ്ടന്റ് നമ്പറിൻ്റെ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വെക്റ്റർ ഐ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ഇൻറ്റു ഐ പ്ലസ് 1 എച്ച് ക്രോസ് വേർ എച്ച് ക്രോസ് ഈക്വൽ ടു എച്ച് ബൈ 2π എന്ന് റീപ്ലേസ് ചെയ്യാം. ദെൻ ഇക്വേഷൻ ബിക്കം റൂട്ട് ഓഫ് ഐ ഇൻറ്റു ഐ പ്ലസ് 1 എച്ച് ബൈ 2π. The magnitude of the spin angular momentum of a nucleus is given by vector I equal to root of I into I plus 1 h by 2π, where I can have values 2i plus 1 component along a particular direction and normally all these components are degenerate. അതായത് ഒരു ആംഗുലാർ മൊമെൻറ്റത്തിന് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് കോമ്പണൻസ് ഉണ്ടാവും. 2i plus 1 കോമ്പണൻസ് ആണ് ഉണ്ടാവുക. അപ്പം നിങ്ങളിത് മുന്നേ ഇങ്ങനെ ആംഗുലാർ മൊമെൻറ്റം കോണ്ടന്റ് നമ്പർ പഠിച്ച ആ ഒരു സെമ്മിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. ഇപ്പം ഐൻ്റെ വാല്യൂ അതായത് ഐൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എത്ര കോമ്പണൻസ് ഉണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ കോമ്പണൻസ് നമ്മൾ എഴുതാം -i to i കോമ്പണൻസ് ആണ് ഉണ്ടാവുക. അപ്പം ആംഗുലാർ മൊമെൻറ്റം കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂസ് -i to +i ആണ്. -i to +i വാല്യൂസ് ആണ് ഉണ്ടാവുക. Angular momentum content number can have 2i plus 1 components along with a particular direction and normally all these components are degenerate. എല്ലാത്തിനും സെയിം എനർജി ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്പിൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് -i മുതൽ i വരെ +i വരെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പോൾ ഒരു പ്രോട്ടോൺ ആണെങ്കിൽ H11 പ്രോട്ടോണിൻ്റെ കേസിൽ നമുക്കറിയാം അതിലാകെ ഈ ഒരു ഹൈഡ്രജൻ ഒറ്റ പ്രോട്ടോൺ അല്ല അതിൻ്റെ ന്യൂക്ലിയസിലുള്ളൂ, 1 അല്ല അറ്റോമിക് നമ്പർ. അപ്പോൾ ഒരു പ്രോട്ടോണേ ഉള്ളൂ. അതായത് i ഈക്വൽ ടു എന്താ 1/2. ഒരു പ്രോട്ടോണിൻ്റെ സ്പിന്ന് ന്യൂട്രോണിൻ്റെ സ്പിന്ന് എന്താ 1/2 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ i ഈക്വൽ ടു 1/2 ആണ്. ദെൻ നമ്പർ ഓഫ് സ്പിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ 2i plus 1. ഹിയർ എന്താണ് നമ്മൾ എന്താണ് ഐക്ക് പകരം ഐൻ്റെ വാല്യൂ 1/2 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 into 1/2 plus 1 2i plus 1ൽ വി സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഓഫ് ഐ. അപ്പോൾ 2 into 1/2 plus 1 equal to 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 ആണ്. അതായത് 2 സ്പിൻ സ്റ്റേറ്റ്സ് ആണ് ഈ ഒരു പ്രോട്ടോണിനുള്ളത്. അപ്പോൾ 2 സ്പിൻ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ് -i to +i ആണുള്ളത്. അപ്പോൾ -i to +i i ഈക്വൽ ടു 1/2 ആണ്. അപ്പോൾ -i to +i എന്ന് പറയുമ്പോൾ അതിനിടയിൽ ഏതൊക്കെ വാല്യൂസേ വരുള്ളൂ? +1/2 ഉണ്ടാവും, -1/2 ഉണ്ടാവും. അപ്പോൾ 2 സ്പിൻ സ്റ്റേറ്റ്സ് ആണുള്ളത്, +1/2 -1/2. ഇനി അടുത്തത് നമ്മൾ ഡ്യൂട്ടീരിയം ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഡ്യൂട്ടീരിയത്തിൽ എന്താ 2 പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ, ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്. ഇവിടെ ഒരു പ്രോട്ടോണും 0 ന്യൂട്രോണും ആണ്.
ഇതിൽ ഡ്യൂട്ടീരിയത്തിൻ്റെ കേസിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ നമ്മൾ I ഈക്വൽ ടു എന്ത് വരും, പ്രോട്ടോണിൻ്റെ സ്പിന്നും ന്യൂട്രോണിൻ്റെ സ്പിൻ സ്റ്റേറ്റും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 1/2 + 1/2 1 ആണ് വരിക. അപ്പം I ഈക്വൽ ടു 1 ആണ്. ദെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഓഫ് I in this equation 2I + 1 we get 2 × 1 + 1 which is equal to 3. അതായത് 3 സ്പിൻ സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ, 3 സ്പിൻ സ്റ്റേറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 3 സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പം -I to +I, I എന്താണ് 1 ആണ്. അപ്പോൾ -I മുതൽ +I വരെ എന്ന് പറയുമ്പോൾ -1 to +1. അപ്പോൾ -1ൻ്റെ ഇടയിൽ പിന്നെ ഏതാ വാല്യൂ ഉള്ളത്, ഇൻ്റഗ്രൽ വാല്യൂ 0 ഉണ്ട്. അപ്പം -1 0 +1 ഇത്രയും സ്പിൻ സ്റ്റേറ്റ്സ് ആണുള്ളത്. അപ്പം ഡ്യൂട്ടീരിയത്തിൻ്റെ കേസിൽ -1 0 +1 ഇത്രയും സ്പിൻ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് സ്പിൻ സ്റ്റേറ്റ്സ് കണ്ടെത്തുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ്, ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷനാണ് വെക്ടർ I ഈക്വൽ ടു √I × I + 1 h/2π. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് 2I + 1 കോമ്പണൻസ് ആണുള്ളത്. ഇറ്റ് റേഞ്ചസ് ഫ്രം -I to +I. അത് കാണുന്നത് എങ്ങനെയാണെന്നാണ് പ്രോട്ടോൺസിൻ്റെയും ഡ്യൂട്ടീരിയത്തിൻ്റെയും കേസ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ദെൻ ദി സ്പിൻ സ്റ്റേറ്റ്സ് ഓഫ് എ പ്രോട്ടോൺ. ഒരു പ്രോട്ടോണിൻ്റെ സ്പിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 1/2 ആണ്. അപ്പോൾ 1/2 ആയിരിക്കുമ്പം അതിനാകെ എന്തേ ഉണ്ടാവുള്ളൂ, I ഈക്വൽ ടു 1/2 ആകുമ്പം ആകെ 2 സ്പിൻ സ്റ്റേറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. I ഈക്വൽ ടു 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2I + 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 × 1/2 + 1 ഈക്വൽ ടു 2 ആണ്. അതായത് 2 സ്പിൻ സ്റ്റേറ്റ് ആണുള്ളത്. ഏതൊക്കെയാണ്, +1/2 -1/2 ആണുള്ളത്. Hence, the 2 spin states are degenerate in the absence of a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ ഈ 2 സ്പിൻ സ്റ്റേറ്റ് എന്താണ്, ഡീജനറേറ്റ് ആണ്, സെയിം എനർജി ആണ്. അപ്പോൾ അതിൽ ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടും സെയിം എനർജിയിലാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ അത് ഡീജനറേറ്റ് ആണ്. ബട്ട് ഓൺ അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദി ഡീജനറേറ്റ് സ്പിൻ സ്റ്റേറ്റ് സ്പ്ലിറ്റ് ഇൻ ടു 2 സ്റ്റേറ്റ്. ഡീജനറേറ്റ് സ്പിൻ സ്റ്റേറ്റ് എന്ത് ചെയ്യും, 2 സ്റ്റേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 1 ഓഫ് ലോവർ എനർജി ലെവൽ, +1/2 എന്നുള്ളത് ലോവർ എനർജി ലെവലും ആൻഡ് ദി -1/2 എന്നുള്ളത് ഹയർ എനർജി ലെവലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ എങ്ങനെയായിരുന്നു, അവർ ഡീജനറേറ്റ് സെറ്റായിരുന്നു. അതായത് +1/2 -1/2 സെയിം എനർജി ആയിരുന്നു. പക്ഷേ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സ്പിൻ സ്റ്റേറ്റും സ്പ്ലിറ്റ് ചെയ്യും. ലോവർ എനർജി ലെവലും ഹയർ എനർജി ലെവലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ +1/2 എന്നുള്ളത് ലോവർ എനർജി ലെവലാണ്, -1/2 എന്നുള്ളത് ഹയർ എനർജി ലെവലാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ +1/2 എന്ന് പറയുന്നതിനെ നമ്മൾ ആൽഫ സ്പിൻ സ്റ്റേറ്റ് എന്നും പറയും. ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ +1/2, അതാണ് ആൽഫ സ്പിൻ സ്റ്റേറ്റ്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് -1/2 ഓർ ബീറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ദി 2 സ്പിൻ സ്റ്റേറ്റ് ആർ ഡീജനറേറ്റ്. But on applying an external magnetic field, the degenerate spin state split into spin state split into 2 states. ഇവിടെ രണ്ടും സെയിം എനർജി ആയിരുന്നു, പക്ഷെ ഇവിടെ എന്താണ് എനർജി ഡിഫറൻസ്, എനർജിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ +1/2 എന്നുള്ളത് ലോവർ എനർജി സ്റ്റേറ്റും -1/2 എന്നുള്ളത് ഹയർ എനർജി സ്റ്റേറ്റും ആയിട്ട് അലൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഡിഫറെൻറ്റ് സ്പിൻ എനർജി ലെവൽസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അവിടെ ട്രാൻസിഷൻസ് നടക്കുന്നത് എങ്ങനെയാണ്, ഇൻ ബിറ്റ്വീൻ ദി ഡിഫറെൻറ്റ് സ്പിൻ എനർജി ലെവൽസ് തമ്മിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഉണ്ടായതെന്ന് മനസ്സിലായല്ലോ അല്ലേ. ആദ്യം ഡീജനറേറ്റ് സെറ്റായിട്ടാണ് നിൽക്കുന്നത് സ്പിൻസ് എല്ലാം. +1/2നും -1/2 സ്റ്റേറ്റിനും സെയിം എനർജി ആയിരുന്നു. പക്ഷേ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ദേ സ്പ്ലിറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് എനർജി ലെവൽ. +1/2 ലോവർ എനർജി ലെവലും -1/2 ഹയർ എനർജി ലെവലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. Here, the transition between nuclear magnetic energy level can be induced by electromagnetic radiation having a frequency that corresponds with the separation between the energy levels. This phenomenon is known as nuclear magnetic resonance.
ആൻഡ് ഫോംസ് ദി ബേസിസ് ഓഫ് NMR സ്പെക്ട്രോസ്കോപ്പി. അതായത് ഈ ഇവിടെ 2 എനർജി ലെവൽസ് ക്രിയേറ്റ് ചെയ്തു, ആൽഫ സ്പിൻ ഓർ +1/2 സ്റ്റേറ്റും ബീറ്റ സ്പിൻ ഓർ -1/2 സ്റ്റേറ്റും. അപ്പോൾ ഇവിടെ ഈ 2 ഡിഫറെൻറ്റ് സ്പിൻ എനർജി ലെവൽസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ സ്പിൻ എനർജി ലെവൽസിൻ്റെ സെപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അത്രയും എനർജി റേഡിയോ ഫ്രീക്വൻസി റീജിയണിൽ നിന്നും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഈ ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കും. ട്രാൻസിഷൻ ബിറ്റ്വീൻ ദി സ്പിൻ സ്റ്റേറ്റ്സ്, അല്ലേ, ഒരു സ്പിൻ സ്റ്റേറ്റ്സ് തമ്മിൽ ട്രാൻസിഷൻസ് നടക്കും. ഈ ഒരു സെപ്പറേഷൻ ΔE 2 സ്പിൻ സ്റ്റേറ്റ്സിനിടയിൽ എത്രയാണോ എനർജി സെപ്പറേഷൻ ഉള്ളത് ആ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റേഡിയേഷനെ റേഡിയോ ഫ്രീക്വൻസി റീജിയണിൽ നിന്ന് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രാൻസിഷൻസ് നടക്കും. അപ്പോൾ ഈ ഒരു ഫിനോമിനനെയാണ് എന്ത് പറയുന്നത്, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്നത്. എന്താണ്? ട്രാൻസിഷൻ ബിറ്റ്വീൻ ദി ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസ് can be induced by electromagnetic radiation having a frequency that corresponds with the separation between the energy levels. This phenomenon is known as nuclear magnetic resonance. ഇതാണ് നമ്മുടെ NMR സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിസ് എന്ന് പറയുന്നത്. എന്താണ്? ന്യൂക്ലിയർ സ്പിൻ സ്റ്റേറ്റ്സ് തമ്മിൽ, ന്യൂക്ലിയർ എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ നടക്കുന്നു. എപ്പം? ആ 2 എനർജി ലെവൽസിൻ്റെ സെപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി റേഡിയോ ഫ്രീക്വൻസി റീജിയണിൽ നിന്നും അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ട്രാൻസിഷൻ നടക്കുന്നു. സ്പിൻ എനർജി ലെവൽസ് തമ്മിൽ ട്രാൻസിഷൻ നടക്കുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്.